പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണക്കാലമൊക്കെ വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എല്ലാവരും ഈ പൂക്കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട്. കുറേ ആൾക്കാർ മഴ വന്നത് കാരണം നമുക്ക് കുറേയൊക്കെ താമസിച്ചു പോയി കൃഷി ചെയ്യാനായിട്ട്. തൈകളൊക്കെ എല്ലായിടത്തും നട്ടതും കുറേയൊക്കെ അധികം പോയിട്ടുണ്ട്. ഈ ജെ.എൽ.ജി ഗ്രൂപ്പുകാരൊക്കെയാണ് കൂടുതലും തൈകളൊക്കെ നട്ട് കൃഷി ചെയ്യുന്നത്. അതല്ലാതെയും പല കർഷകരും സ്ഥലമുള്ളിടത്തൊക്കെ ഇത് നട്ടിട്ടുണ്ട്. കാരണം ഇതിന് അത്യാവശ്യം വെച്ചാൽ നല്ല മണ്ണും നല്ല സൂര്യപ്രകാശമാണ് പൂ ഉണ്ടാകാനായിട്ട് അത്യാവശ്യം. അങ്ങനെയുള്ള സ്ഥലത്ത് പാടത്തിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ആലപ്പുഴക്കാർക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മായ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് സുനിൽ VP സുനിൽ എന്ന ഒരു കർഷകന് 2.5 ഏക്കറോളമാണ് പൂപ്പാടം അവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അവിടെ ബന്ദിപ്പൂക്കൾ, പല കളറുള്ള ബന്ദിപ്പൂക്കൾ, വാടാമുല്ല, ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം പൂക്കൾ അവിടെ നിന്ന് ലഭിക്കും. അപ്പം മിതമായ വിലയിൽ അവിടെ നിന്ന് പൂക്കൾ കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവർ വലിയ കർഷകർക്ക് കൊടുക്കുമായിരിക്കും. ഇപ്പോൾ ഈ പൂക്കൾ എടുക്കുന്ന ആൾക്കാർക്ക് ഇവർ മൊത്തത്തിൽ വിൽപ്പന നടത്തുമായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ കേരളത്തിലെ ഒത്തിരി ആൾക്കാർ അവിടെ വന്ന് ഇതൊക്കെ കണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ധാരാളം യൂട്യൂബേഴ്സൊക്കെ അവിടെ വരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ അടുത്തൊക്കെയുള്ള ആൾക്കാർ, ആലപ്പുഴ ജില്ലയിലുള്ള ആൾക്കാരൊക്കെ ഇത് വന്ന് കാണുകയും അവിടെ ഫോട്ടോ എടുക്കുകയും അതുപോലെ തന്നെ വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി പൂക്കളൊക്കെ തീരും. കാരണം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കിന് പൂക്കളൊക്കെ പറിച്ചെടുക്കും. അതിന് മുമ്പായിട്ട് വേണം നമ്മളവിടെ ചെല്ലാനായിട്ട്. അപ്പോൾ എന്നിരുന്നാലും ഞങ്ങൾക്കത് വലിയൊരു അഭിമാനമാണ്. അങ്ങനെ കുറേയധികം കർഷകർ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പൂവിനെ ആശ്രയിക്കാതെ കേരളത്തിൽ തന്നെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ കടയിരുന്ന് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് വണ്ടിയൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കര സ്വരമാണ്. എല്ലാവരും ക്ഷമിക്കണം എന്നോട് കേട്ടോ. വീട്ടിൽ നിന്ന് വീഡിയോ പിടിക്കണമെന്നൊക്കെ ഓർക്കും, പക്ഷെ ഒന്നിനും സമയമില്ല. വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഇന്ന് കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നല്ല വരുമാനമാണ്. എത്ര കൂടി വന്നാലും ഒരു 30-40 രൂപയൊക്കെ 1 കിലോയ്ക്ക് കിട്ടും. നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇനി എപ്പോഴും പൂവിന് മാർക്കറ്റാണ്. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഇപ്പം തന്നെ നമുക്കറിയാം, ഈ അമ്പലങ്ങളിലൊക്കെ സപ്താഹവും ഉത്സവമൊക്കെ വരുമ്പോഴത്തേക്കിന് എന്തുമാത്രം പൂക്കളാണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ വെച്ചാൽ കീടനാശിനികളൊന്നും തളിക്കാനുള്ള പൂക്കളാണ്. ഇതിനധികം കീടബാധ ഉണ്ടാകത്തില്ല. കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് പച്ചക്കറി നടുമ്പോൾ ഇടവിളയായിട്ട് ഈ ബന്ദിപ്പൂച്ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുകയും ചെയ്യും, കീടബാധ അകറ്റുകയും ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഈ സ്മെല്ല് ഉള്ളത് കാരണം കീടങ്ങൾ പച്ചക്കറിയിലേക്ക് ആകർഷിച്ച് വരുന്നത് തടയും. അപ്പം ഇടവിളയായിട്ട് ബന്ദിപ്പൂക്കളോട് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറിയിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ പൂന്തോട്ടം കാണാനായിട്ട്, അതായത് ഈ പൂപ്പാടം കാണാനായിട്ട് വരണം. 2.5 ഏക്കറാണെന്ന് ഓർത്തോണം. തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ കേരളത്തിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലും നല്ലൊരു പൂപ്പാടം തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ.